ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. കാരണം ഞാൻ ചെയ്യണോ വേണ്ടിയെന്ന് ആലോചിച്ചു, പക്ഷേ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ചെയ്യാമെന്ന് ഓർത്തു. കാരണം സിറൈ എന്നും പറഞ്ഞൊരു തമിഴ് പടം വിക്രം പ്രഭുവിൻ്റെ ഇപ്പോൾ C5 OTT വന്നിട്ടുണ്ട്. കാരണം ഡിസംബർ 25 റിലീസായ പടമാണ്. തിയേറ്ററിൽ സ്ക്രീൻസ് കുറവായതുകൊണ്ട് തിയേറ്റർ വാച്ച് മിസ്സായിപ്പോയൊരു പടമാണത്. പക്ഷേ OTT വന്നപ്പോൾ നല്ല നല്ല റിവ്യൂസ് വരുന്നുണ്ട്. ഇപ്പോൾ C5 വന്നിരിക്കുന്നത്. പടത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡ്രാമാറ്റിക് സോഷ്യോ കോർട്ട് റൂം ഡ്രാമയാണ് പടം. അപ്പോൾ ഇതിൽ നമുക്ക് വിക്രം പ്രഭുവാണ് മെയിൻ ലീഡിൽ വന്നിരിക്കുന്നത്. അതുകൂടാണ്ട് അക്ഷയ് കുമാർ എന്നും പറഞ്ഞ പുതിയൊരു പയ്യൻ, പുള്ളിയുടെ ഫസ്റ്റ് പടമാണ്. അതേപോലെ അനീഷ് മാലിൽകുമാർ എന്ന് പറയുന്ന കുട്ടി, ആ കുട്ടിയുടെ ഫസ്റ്റ് പടം എനിക്ക് തോന്നുന്നു പൂപ്പൻ എന്ന് പറയുന്നൊരു പടമാണ്. പിന്നെ അയാം കാതലിലും നായിക ഈ കുട്ടിയാണ്. നല്ല അഭിനയങ്ങൾ എല്ലാവരും കാഴ്ചവെച്ചിരിക്കുന്നത്. അതേപോലെ നമ്മുടെ രമ്യ സുരേഷ് എന്ന് പറയുന്ന ക്യാരക്ടർ ആർട്ടിസ്റ്റ്, മലയാളം ഇൻഡസ്ട്രിയിലെ പുള്ളിക്കാരിയുടെ പടങ്ങളെന്ന് പറയുമ്പോൾ ജാനേമനിലുണ്ട്, അതേപോലെ കുട്ടമ്പള്ളിയുടെ ശിവരാത്രി, അങ്ങനെ അത്യാവശ്യം പടങ്ങളിലൊക്കെ ഉള്ളൊരു ആർട്ടിസ്റ്റാണ്. ഇവരൊക്കെ വളരെ മികച്ച അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതേപോലെ ഒരു പുള്ളിയാണ്, അതായത് മൂന്നാർ രമേശ് എന്നാണ് പുള്ളിയുടെ പേര്. എനിക്ക് പുള്ളിയുടെ മുഖം ഓർമ്മ വരുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കി വരുന്നൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് പുതുപ്പേട്ടയിൽ ധനുഷിൻ്റെ അച്ഛനായിട്ട് പുള്ളി റോൾ ചെയ്തിട്ടുള്ളത്. വേറെ കുറേ പടങ്ങളിലൊക്കെ ഉണ്ട്. പുള്ളിക്കൊക്കെ നല്ല കലക്കൻ ക്യാരക്ടറാണ് കൊടുത്തിരിക്കണം. കുറച്ച് നേരമേ ഉള്ളൂ, പോലീസുകാരനാണ്, പക്ഷേ നല്ല അടിപൊളി വേഷമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഫസ്റ്റ് സീൻ തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും പടം ഫസ്റ്റ് സീൻ തൊട്ട് കഥ എന്താണോ അതിലേക്ക് പടം കയറും. നമുക്ക് ലാഗോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഫീൽ ചെയ്യുന്നില്ല. കാരണം 1 മണിക്കൂർ 58 മിനിറ്റേ ഉള്ളൂ പടം. നല്ല വൃത്തിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരുടെയും വളരെ മികച്ച, ചെറിയ പടമാണെങ്കിൽ കൂടി എല്ലാവരുടെയും വളരെ മികച്ച ഒരു പ്രകടനമാണ് കാണാൻ പറ്റിയിരിക്കുന്നത്. ഇതിൻ്റെ ഡയറക്ടറുടെ പേര് സുരേഷ് രാജകുമാരി എന്നാണ്. പുള്ളിയുടെ ഫസ്റ്റ് പടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ 7 Screen Studiosൻ്റെ SS ലളിത്കുമാർ. അതായത് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിയോയുടെ പ്രൊഡ്യൂസർ. അപ്പോൾ പുള്ളിനെ പോലുള്ള ഇത്രയും വലിയ പ്രൊഡ്യൂസേഴ്സ് ഇതേപോലെ നല്ല കണ്ടൻറ്റ് സിനിമകൾക്കൊക്കെ കാശിറക്കുന്നു എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് തമിഴ് എന്ന് പറയുന്ന ഒരു പയ്യനാണ്. പിന്നെ നമുക്ക് സിനിമാറ്റോഗ്രാഫിയിലേക്ക് വരുമ്പോൾ പുതിയൊരാളാണ്, പേര് ഞാൻ കറക്റ്റായിട്ട് കൊടുക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ എഡിറ്റർ ഫിലോമിൻ രാജ്, അതായത് നമ്മുടെ നഗരം, കൈദി, മാസ്റ്റർ, ലിയോ, വിക്രം, കൂലി, ഓഫ് കോഴ്സ് ലോകേഷ് കനകരാജ്, അതിൻ്റെ ഒരു പേഴ്സണൽ ക്യാമറമാൻ എന്ന് പറയാൻ വേണമെങ്കിൽ പുള്ളിനെ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാം വളരെ വളരെ മികച്ച ടെക്നീഷ്യൻസാണ്. അതേപോലെ നമ്മുടെ മ്യൂസിക് ജസ്റ്റിൻ പ്രഭാകറാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാ രീതിയിലും വളരെ മികച്ചു നിൽക്കുന്ന ഒരു പടമാണ്. എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമായി പടം. ചെറിയ കണ്ടൻ്റാണെങ്കിലും നല്ല മികച്ച രീതിയിൽ എടുത്തിട്ടുകൊണ്ട് നമുക്ക് ഇമോഷണലി വല്ലാണ്ട് ഫീലാവുകയും ചെയ്യും പടം. അപ്പോൾ ഞാൻ പടം കണ്ടതുകൊണ്ട് എനിക്ക് നല്ലതാണെന്ന് തോന്നിയതുകൊണ്ട് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചെറിയ വീഡിയോ പെട്ടെന്ന് ചെയ്ത് തീർത്തത്. അപ്പോൾ പടം കണ്ടവരാണെങ്കിലും ഇനി കാണാനുള്ളവരാണെന്നുണ്ടെങ്കിലും അഭിപ്രായങ്ങൾ അറിയിക്കുക. കണ്ടതിന് ശേഷം ഉടനെ തന്നെ വീണ്ടും കാണാം. അതുവരെ ബൈ.